ഹായ് ഹലോ. അപ്പോൾ ഇത് ക്രിസ്മസ് വ്ളോഗ് പാർട്ട് 2 ആണ്. ഞങ്ങൾ ഉച്ചയ്ക്ക് ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾക്ക് വൈകിട്ട് ഫുഡ് ബിസിനസ്സിന് ഇറങ്ങാനുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് നേരെ പോയത് ആവേൻ്റെ വീട്ടിലോട്ടാണ്. ആവേൻ്റെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ക്രിസ്മസ് ഡിന്നറൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻറ്റിയുടെ വീടൊക്കെ ക്രിസ്മസിന് അടിപൊളിയായിട്ടാണ് ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്യണത്. ഞാൻ പറ്റുവാണെങ്കിൽ ആവേൻ്റെ ഒരു വീടിൻ്റെ ഹോം ടൂർ ചെയ്യാം കേട്ടോ. നല്ല രസമാണ് ആൻറ്റിയുടെ വീട് കാണാനായിട്ട്. പിന്നെ സ്പെഷ്യലായിട്ട് കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് വേണ്ടി സെറ്റ് ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി ആ ഒരു ചിക്കൻ, ഒരു ഫുള്ളായിട്ടുള്ളൊരു ചിക്കൻ അത് കൊണ്ട് വച്ചത് ഞങ്ങൾ ഞെട്ടിപ്പോയി. ഇത് ആദ്യമായിട്ടാണ് ഞങ്ങൾ കഴിക്കാൻ പോകുന്നത് ഇങ്ങനെ ഒരു ഫുള്ളായിട്ടുള്ള ചിക്കൻ. അപ്പം ഇതാണ് ആവിയൻ്റെ മോൻ നിക്കി. ഈ ഒരു ചിക്കൻ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് നീതുവാണ്. നീതുവിൻ്റെ സ്പെഷ്യൽ റെസിപ്പിയാണ്. ചിക്കനും അതിൻ്റെ സൈഡിൽ ഇങ്ങനെ പൊട്ടറ്റോ ഒക്കെ വെച്ചിട്ട് ഇത് ഫുൾ ബേക്ക് ചെയ്തെടുത്തൊരു സെറ്റപ്പാണ്. അതിനകത്ത് എന്തോ സ്റ്റഫിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇപ്പോഴും ഈ വീഡിയോ കാണുമ്പോൾ എനിക്ക് വായിൽ വെള്ളം വരുന്നുണ്ട്. നീതു സൂപ്പർ റെസിപ്പിയാണ്, നീതുവിൻ്റെ ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ്. പിന്നെ ഈ ചിക്കൻ കാണുമ്പം എനിക്കൊരു രംഗമാണ് ഓർമ്മ വരുന്നത്. നമ്മുടെ മിസ്റ്റർ ബീൻ്റെ ക്രിസ്മസ് സീരീസിലെ ഒരു ടർക്കിയില്ലേ, ആ ഒരു എപ്പിസോഡാണ് എനിക്ക് ഈ ഒരു ചിക്കൻ കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്. അപ്പോൾ ഇവർ രണ്ടുപേരും ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്, ഞാൻ ചോദിക്കുകയാണ് ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയത്, ഇതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണ്. അപ്പോൾ നീ ഇത് പറഞ്ഞു, ഞാനിതിങ്ങനെ ചിക്കൻ ഇങ്ങനെ വെച്ചു, അതെങ്ങനെ ബേക്ക് ചെയ്തു, അങ്ങനെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ടു. അങ്ങനെ രണ്ടുപേരും കൂടെ അതിൻ്റെ ഡിസ്കഷനാണ്. രണ്ടുപേരും കുക്കിംഗ് ഇഷ്ടമാണ് രണ്ടുപേർക്കും. ഇത് നന്നായിട്ട് കുക്ക് ചെയ്യും കേട്ടോ. അപ്പം നല്ലൊരു എന്താ പറയുക ഡിന്നറായിരുന്നു. അപ്പം, ചിക്കൻ സ്റ്റൂ, പോർക്ക് ഉണ്ടായിരുന്നു, ചില്ലി ചിക്കൻ ഉണ്ടായിരുന്നു, ഫ്രൈഡ് റൈസ് ഉണ്ടായിരുന്നു. അങ്ങനെ അടിപൊളി ഒരു ക്രിസ്മസ് ഡിന്നറാണ് നീതുവും നിക്കിയും അതുപോലെ ആവിയൻ്റെയൊക്കെ കൂടെ നമുക്ക് സെറ്റ് ചെയ്തിട്ടുള്ളായിരുന്നു. ഞങ്ങൾ ശരിക്കും നല്ലൊരു ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്ത പോലെ ഒരു ഫീൽ. കാരണം നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരുമായിട്ട് കുറേ നേരം ഇരിക്കുക, സംസാരിക്കുക, ഫുഡൊക്കെ കഴിക്കുമ്പോൾ നമുക്കൊരു നല്ലൊരു ക്വാളിറ്റി ടൈം അല്ലേ. അങ്ങനെ നല്ലൊരു ക്രിസ്മസ് ആയിരുന്നു ഞങ്ങൾക്ക് ഈ വർഷം ഉണ്ടായിരുന്നത്. ഇത് പിറ്റേ ദിവസമാണ്, ഡിസംബർ 26. ആവിയൻ്റെയും നിക്കിയും നീതും കൂടെ നമ്മുടെ വീട്ടിൽ വന്നായിരുന്നു. അപ്പോൾ നീതുവിന് നല്ല ഫിഷ് മീൽസ് കഴിക്കണമെന്ന് ആഗ്രഹം പറഞ്ഞപ്പോൾ ഞങ്ങൾ വിഴിഞ്ഞ ഹാർബറിലുള്ള കടൽ റെസ്റ്റോറൻറ്റിൽ പോയി. അപ്പോൾ അവിടെ പോയി ഞങ്ങൾ കുറച്ച് ഫിഷിൻ്റെ ഐറ്റംസും കാര്യങ്ങളും ഓർഡർ ചെയ്തു. നല്ല കപ്പ ഉണ്ടായിരുന്നു, നല്ല മീൻകറി കേട്ടോ അവിടുത്തെ. അപ്പോൾ നിങ്ങൾ ട്രിവാൻഡ്രത്തുള്ളവരാണെങ്കിലും, നിങ്ങൾ ട്രിവാൻഡ്രത്ത് വരെയാണെങ്കിലും നിങ്ങൾക്ക് വിഴിഞ്ഞ ഹാർബർ കാണുന്നതിനോടൊപ്പം തന്നെ നല്ലൊരു ഫിഷ് മീൽസൊക്കെ കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ കടൽ റെസ്റ്റോറൻറ്റ് വന്ന് കഴിച്ച് നോക്കൂ കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഒരു ക്രിസ്മസ് ഡേയും കാര്യങ്ങളും. അപ്പോൾ അത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.